നമ്മൾ ധാരാളം ദൈവവചനം പഠിക്കുന്നവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരാവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. ഈ വചനം നമ്മൾ എത്രത്തോളം ഗൗരവമായും പ്രാധാന്യമായും കണക്കാക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും എനിക്കൊരു സംശയമായിട്ട് തീർന്നിട്ടുണ്ട്. വചന ശുശ്രൂഷയുടെ സമയത്ത് നമ്മളുടെ ഇരിപ്പും നമ്മളുടേത് കേൾക്കാനായിട്ടുള്ള താല്പര്യവും അതിനുശേഷം തുടർന്ന് നമ്മൾ പോകുമ്പോൾ ആ വചനം നമ്മളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യവുമൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വചനം പ്രസംഗിക്കപ്പെടുന്ന കാലഘട്ടമാണ്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. കോവിഡിന് മുമ്പ് പ്രാഥമികമായിട്ടും അത് സഭകളിലായിരുന്നു, അല്ലെങ്കിൽ അപൂർവം ചില ചാനലുകളിലൂടെ ആയിരുന്നുവെങ്കിൽ ഇന്ന് കോവിഡാനന്തരം ദൈവവചനം അത് സത്യമായും തെറ്റായും രണ്ട് നിലയിലും ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു സുവിശേഷ സന്ദേശം അല്ലെങ്കിൽ ബൈബിൾ സന്ദേശം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ സമാനമായിട്ടുള്ള സന്ദേശങ്ങളുടെ പ്രവാഹമാണ് നമ്മളുടെ മൊബൈലിലേക്ക് വരിക. പക്ഷെ ഇത്രയേറെ സന്ദേശങ്ങൾ കേട്ടിട്ടും നമ്മൾ പണ്ടും ഇന്നും എന്നും ഒക്കെ നമ്മൾ ഒരുപോലെ തന്നെ പോകുന്ന ഒരവസ്ഥ ഉണ്ടെന്നുള്ളത് നാം എല്ലാവരും സമ്മതിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവവചനം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലമായി തീരാത്തത്? പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ക്രിസ്തുവേശുവിൽ നീതിഫലം നിറഞ്ഞവരായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഈ നീതിഫലം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാത്തത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. പത്രോസ് ലേഖനം എഴുതുമ്പോൾ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എന്തുകൊണ്ടാണ് ദൈവവചനം നമ്മളിൽ പ്രവർത്തിക്കാത്തത് എന്നുള്ളതിന് ഒരു കാരണം, നമുക്ക് പല കാരണങ്ങൾ ഈ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു കാരണം, നമ്മൾ നീക്കിക്കളയേണ്ടതായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കളയാതെ ആണ് നാം ദൈവവചനം ശ്രവിക്കുന്നത് എന്നതായിരിക്കാം. ഇവിടെ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. എന്നാൽ മാത്രമേ ഈ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ചോദ്യം ചോദിക്കും കേട്ടോ, എല്ലാ ദുഷ്ടതയും ചതിവും, അപ്പോൾ ഈ പട്ടികയിൽ വരാത്തതായിട്ടുള്ള സകല ദുഷ്ടതയും എന്ന് പറഞ്ഞാൽ തന്നെ മതിയാവുന്നതാണ്. സകല ദുഷ്ടതയിലും ഉൾപ്പെടുന്നതായിട്ടുള്ള കാര്യമാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എല്ലാം. എങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയേണ്ടതിന് വേണ്ടി വീണ്ടും സമാനമായിട്ടുള്ള പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. എല്ലാ ചതിവും, സകല ദുഷ്ടതയും. ചതിവ് ദുഷ്ടതയാണ്, വ്യാജഭാവങ്ങൾ ദുഷ്ടതയാണ്, അസൂയ ദുഷ്ടതയാണ്, നുണ ദുഷ്ടതയാണ്. എന്നാൽ ഇതെല്ലാം നീക്കിക്കളഞ്ഞ് വേണം ദൈവത്തിൻ്റെ വചനത്തോട് നാം സമീപിക്കാൻ എന്നുള്ളതാണ് പ്രമാണമെന്ന് പറയുന്നത്. വിധക്കാരൻ്റെ ഉപമയിലും അതുതന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വിത്ത് പല സ്ഥലങ്ങളിൽ വീണു, എന്നാൽ അത് ഫലം കായ്ച്ചത്
നമ്മൾ വായിക്കുന്നത് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വീണ വിത്ത്. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വീണ വിത്ത് അത് 100, 60, 30 മേനി ഫലം കായ്ച്ചു. അപ്പോൾ ഈ വിത്ത് വീഴുന്നത് ഈ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അത് അവിടെ അതിന് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം, ഒരു പാത്രത്തിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള എടുത്തേച്ച് അതിനകത്തേക്ക് പാലൊഴിച്ചാൽ പിന്നെ അത് ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമോ? ഇല്ല, ആർക്കും പ്രയോജനം ചെയ്യില്ല. എത്ര നല്ലതാണ് അതിനകത്തേക്ക് ഒഴിച്ചതെങ്കിലും ആ നന്മ മുഴുവൻ അവിടെ അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള ഭാവങ്ങളും സ്വഭാവങ്ങളും മനോഭാവങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാൽ അങ്ങോട്ട് ഒഴിച്ചു കഴിയുമ്പോൾ ആ വചനം മായം കലർന്നതായിട്ട് തീരും. അല്ലേ? എങ്ങനെയൊക്കെയാണ് മായം കലരുന്നതെന്ന് അറിയാമോ? ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അതിനെ മായം കലർത്തുന്നത് ഈ നിന്ന് പ്രസംഗിക്കുന്നതായിട്ടുള്ള ആള് ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത. എങ്ങനെ? ഈ വ്യാജഭാവങ്ങളും ദുഷ്ടതയും അസൂയയും ഒക്കെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ ആദ്യം അതിനകത്ത് മായം ചേർക്കുന്നത് ഇദ്ദേഹം അങ്ങനെയാണോ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരും. പിന്നെ മായം ചേർക്കുന്നതായിട്ടുള്ള വേറെ വഴികളുണ്ട്. ഇദ്ദേഹത്തിന് ഇത് മാത്രമേ പറയാനുള്ളൂ, ഇതൊക്കെ എത്ര കാലമായിട്ട് ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങളിത് വായിച്ച് കാണാപ്പാടം. അല്ലെ, മിക്കവാറും എല്ലാവർക്കും ഈ വാക്യം കാണാപ്പാടമാണ്. കാരണം ഇത് പല പ്രാവശ്യം ഈ വേദിയിൽ തന്നെ അനേകം ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെയും മായം ചേർത്തു. എന്താ മായം ചേർത്തേ? ഒന്ന്, ആളുടെ യോഗ്യതയെ ചോദ്യം ചെയ്തു. 2, ഇത് കേട്ട് മടുത്തതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെന്താ, നമ്മളുടെ ഉള്ളിലെ മടുപ്പ് എന്ന് പറയുന്ന ദൈവവചനത്തോടുള്ള ബഹുമാനമില്ലായ്മയിലേക്കാണ് നമ്മൾ ഈ പാല് വന്ന് വീണത്. വചനമെന്ന മായമില്ലാത്ത പാല്. അപ്പോൾ എന്തു പറ്റി? അത് മായം, ആ വചനം പ്രയോജനമില്ലാത്തതായത് കുടിക്കാൻ കൊള്ളുകയില്ല. പിന്നെയും മായം ചേർക്കുന്ന വഴികളുണ്ട്. അല്ലേ? ഇന്ന് ഇത് കേൾക്കേണ്ട സഹോദരനോ സഹോദരി ഇന്ന് വന്നില്ല, ഇന്ന് ആ സ്ത്രീയോ സഹോദരനോ സഹോദരിയോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് നല്ലൊരു മെസ്സേജ് ആയിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അവിടെയും നമ്മൾ മായം ചേർത്തു. നമ്മൾ എന്തിനാ ഈ വചനം ഉപയോഗിച്ചേ? നമ്മളെ വിധിക്കുന്നതിന് പകരം മറ്റ് നമുക്കൊരു പക്ഷേ താല്പര്യമില്ലാത്ത ആളുകളെ വിധിക്കുന്നതിന് ഉപയോഗിച്ചു. അങ്ങനെ താല്പര്യമില്ലായ്മ വരിക എന്ന് പറയുന്നത് പോലും അതൊരു സഭയിൽ ഒരിക്കലും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. എൻ്റെ ഒരു സഹോദരനോടോ സഹോദരിയോടോ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സഭയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എല്ലാവരെയും സ്നേഹിക്കാനും, ഈ കയ്യെ താല്പര്യമില്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു അവയവം മറ്റൊരു അവയവത്തെക്കുറിച്ച് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ അവിടെയും നമ്മൾ വചനത്തിൽ മായം ചേർത്തു. പിന്നെ എങ്ങനെയാ? പിന്നെ മായം ചേർക്കുന്ന വഴിയുണ്ട്. ഇത് ഇങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്, അല്ലേ? വചനത്തെ ചോദ്യം ചെയ്യുന്ന മനോഭാവങ്ങളുണ്ട്. ഇത് ശരിയായിട്ടുള്ള ഉപദേശമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപദേശത്തെ തള്ളിക്കളയുന്നതായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളിവിടെ പറയുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകായ്മയോ ഉണ്ടാകില്ല, സ്വാഭാവികമാണ്. നമ്മളുടെയൊക്കെ ആത്മീയ പരിജ്ഞാനം തുല്യമല്ല, അത് പൂർണ്ണതയുള്ളതുമല്ല. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തിയതായിട്ടുള്ള ആരും ഈ സഭയിലില്ല. ഇവിടെ വചനം പഠിപ്പിക്കുന്ന ആരും അങ്ങനെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ പൂർണ്ണതയിൽ എത്തിയിട്ടുള്ള ആളുകളല്ല. അപ്പോൾ നമുക്ക് സംശയങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയോടെ സൗമ്യതയോടെ ഇരുന്ന് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് നമുക്ക് ഉള്ള അവസരം ഇവിടെയുണ്ട്. ആരും പഠിപ്പിക്കുന്നതിനെ ഒന്നും ചോദ്യം ചെയ്യരുതെന്നോ അതിനെക്കുറിച്ചൊരു സംശയം ചോദിക്കരുതെന്നോ ഒന്നും നമ്മൾ ആരോടും പറയാറില്ല. എനിക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ ഞാൻ സഹോദരനെയോ അല്ലെങ്കിൽ അതുപോലെ പ്രാപ്തിയുള്ള സഹോദരന്മാരെ വിളിച്ച് ഞാൻ ചോദിക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ വചനത്തെ
നേരെ എതിർത്ത് പറയുക, അത് ശരിയല്ല എന്ന് പറയുക. അപ്പം ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും ഇവിടെ പ്രസംഗിക്കുന്ന വചനത്തെക്കുറിച്ച് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, പറഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം പറയുന്നത്. അങ്ങനെ ഇവിടെ നമ്മളോട് ചോദിച്ച് സംശയം തീർക്കാനായിട്ട് പറ്റാതെ മറ്റ് സ്ഥലങ്ങളിൽ പോയി അവർ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ശരീരത്തിൻ്റെ അവയവമായിട്ടിരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും സാധിക്കുകയില്ല. എന്നാൽ പൊതുവിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത്യപൂർവമാണ് നമ്മുടെ സഭയിൽ എന്നുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെയാണ്, നമ്മളുടെ ആരുടെയും അല്ല. നമ്മുടെ സഭയല്ല നമ്മൾ പണിയുന്നത്, നമ്മുടെ ആരുടെയും സഭയല്ല, അത് കർത്താവിൻ്റെ സഭയാണ്. അപ്പോൾ ജോസഫ് നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ സഭയാണ് പണിയപ്പെടുന്നതെങ്കിൽ അതിന് കർത്താവിൻ്റെ പ്രമാണങ്ങൾ, കർത്താവ് വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ അതിന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വചനത്തിൽ മായം ചേർക്കുന്നതായിട്ടുള്ള പല പല വഴികളാണിത്. പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ നല്ല ഗുണമുള്ള ഹൃദയമല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം വന്നു കഴിയുമ്പം അത് ഒരു രീതിയിലും പ്രയോജനമില്ലാതെ, കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ അവകാശം ആർക്കാണെന്നറിയാം. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവകാശം എന്ന് പറഞ്ഞ പിശാചിനാണ്. അപ്പോൾ ദൈവമക്കളുടെ ഹൃദയത്തിൽ പിശാചിന് എന്ത് അവകാശം എന്ന് ചോദിച്ചാൽ, പിശാചിനുള്ളതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവനാണ് അവകാശം. അത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഇരിക്കുന്നത് അതിന്മേലുള്ള അവകാശം ആർക്കാണോ, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 5-ാം അധ്യായത്തിൽ. പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ പിശാചിന് ഇടം കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഈ അസൂയയും നുണയും വ്യാജഭാവങ്ങളും ദുഷ്ടതയൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിന് അവകാശപ്പെട്ടതായിട്ടുള്ള ഒന്നും അവിടെ വരുന്നില്ല, മറിച്ച് ദുഷ്ടന് അവകാശപ്പെട്ടതായിട്ടുള്ള എല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഈ നമുക്കറിയാം, ഈ വേസ്റ്റൊക്കെ ഉള്ളിടത്ത് എന്താണ് സാധാരണ വരിക? എന്താ സാധാരണ വരിക? ഈച്ച, അല്ലേ? മണികണ്ഠൻ ഈച്ച. മണികണ്ഠൻ ഈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള രൂക്ഷഗന്ധമുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? മണികണ്ഠൻ ഈച്ച വരും. ഞാൻ ഈ ഗോബർ ഗ്യാസ് പ്ലാന്റ് ഇടാനായിട്ട് കുറച്ച് വേസ്റ്റ് കൊണ്ട് അവിടെ വെച്ചു. അപ്പോൾ അത് അതിനകത്ത് ഇടാനായിട്ട് താമസിച്ചു പോയി. അപ്പം നമ്മുടെ ബേബി സഹോദരൻ്റെ പൂച്ച ഇതിലേ വന്നു. പൂച്ച ഇതിലേ വന്ന് ഈ ആ വേസ്റ്റിൻ്റെ അടുത്തുനിന്ന് വന്നേച്ച ആ പൂച്ച അതിൻ്റെ കൈ എടുത്ത് ഇങ്ങനെ തട്ടി അതിൻ്റെ മൂക്കിൽ തട്ടിയേച്ച് പോയി. ആ പൂച്ചയ്ക്ക് പോലും അതിൻ്റെ ഗന്ധം സഹിക്കാൻ പറ്റിയില്ല. മൂക്ക് പൊത്തിപ്പിടിക്കാനായിട്ട് പൂച്ചയ്ക്ക് അങ്ങനെ അറിയില്ലല്ലോ, നമുക്കൊക്കെ വേണമെങ്കിൽ മൂക്ക് പൊത്തിപ്പിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ദുഷ്ടതകളും നിഗളവും വ്യാജഭാവങ്ങളും അസൂയയും ഒക്കെയാണ് ഉള്ളതെങ്കിൽ അത് ആകർഷിക്കുന്നത് അതിന് ചേരുന്ന ജീവികളെയാണ്. അതിന് ചേരുന്ന ജീവി എന്ന് പറയുന്നത് ദുഷ്ടനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവവചനം നമ്മൾ എത്ര വർഷം എത്രത്തോളം കേട്ടാലും ഇത് നമുക്ക് ഉപകാരമായിട്ട് വരികയില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കൊക്കെ ഒത്തിരി വചനം കിട്ടി, അത് നമ്മളുടെ തലച്ചോറിലേക്ക് പോയി നമുക്ക് ഒത്തിരി വാക്യങ്ങൾ കാണാപ്പാടം അറിയാം, അല്ലേ? സഹോദരനെ സ്നേഹിക്കണം, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ്. അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം, അല്ലേ? അതെവിടെ ഇരിക്കുന്നേ? നമ്മുടെ അറിവിലുണ്ട്. നമ്മൾ സഹോദരനെ പകയ്ക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒന്നും പറയുന്നില്ലല്ലോ ആരും. സഹോദരന്മാരോട് ചില പകയൊക്കെ ചിലപ്പോൾ തോന്നാറില്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. ഇത് സത്യമാണ്. ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇച്ചിരി പക തോന്നാറുണ്ട്. അപ്പം നമുക്കറിയാം എന്താണ്, നമുക്ക് ബുദ്ധിയിൽ അറിയാം പകയ്ക്കരുതെന്ന്. അപ്പം നമ്മൾ അറിവില്ലാത്തത് കൊണ്ടാണോ പകയ്ക്കുന്നത്? അല്ല, അല്ലേ? ശരിയാണോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നമുക്കറിയാം. അപ്പം നമ്മുടെ അറിവ് നമുക്ക് പ്രയോജനം ചെയ്യുന്നില്ല.
സിമ്പിൾ അല്ലേ? മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ അറിവ് നമുക്ക് പ്രയോജനം ചെയ്യുന്നില്ല. നമുക്ക് ഒത്തിരി അറിയാം. താഴ്മയുള്ളവരായിരിക്കണം. അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വീട്ടില്, സഭയില് ഒക്കെ നമ്മളുടെ മനോഭാവം എങ്ങനെയാ? തങ്ക സിസ്റ്റർ ചിരിക്കുന്നുണ്ട്, ഭർത്താവ് ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പം നമുക്കറിയാം, ഭാര്യമാർ ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിക്കണം, ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം, അതിൻ്റെ നിലവാരമൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ അറിവ് നമ്മളെ സഹായിക്കുന്നില്ല. കാരണം ഈ വചനം പോയി ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് നമ്മുടെ തലയിലാണ്. ആ അറിവ് നമ്മളെ നിഗളികളായിട്ട് തീർക്കും. എങ്ങനെ തീർക്കും? വചനം പഠിപ്പിക്കുമ്പോൾ പറയും, ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ളതാണ്, ഇതൊക്കെ ഞങ്ങൾ എന്നേ പഠിച്ചിട്ടുള്ളതാണെന്ന് പറയും, അല്ലേ? ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ 3-4 വർഷം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ ഈ തലയിൽ നിന്ന് ഈ സാധനം മാറുന്നില്ല. അത് നമ്മൾ പഠിച്ച് കേട്ട് 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 നമുക്കെപ്പോഴും പുതിയത് എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അതിനോട് ഭയങ്കര താല്പര്യമാണ്. എന്തെങ്കിലും ദൈവവചനം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പുതിയതായിട്ട് ആദ്യമായിട്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം. അന്നത്തെ വചന ശുശ്രൂഷയെക്കുറിച്ച് പറയും, ഇന്ന് പുതിയ നല്ല കാര്യങ്ങൾ കിട്ടി, പുതിയ ചില ആലോചനകൾ കിട്ടി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് എവിടേക്ക് പോകുന്നത്? അതും പോകുന്നത് നമ്മുടെ തലച്ചോറിലേക്കാണ്. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാമോ? വിശ്വാസം എവിടെയാ? ഹൃദയത്തിലാ, അല്ലേ? രക്ഷിക്കപ്പെടുമ്പോൾ എവിടെ കൊണ്ട് വിശ്വസിക്കാനാ പറഞ്ഞേ? ഹൃദയം കൊണ്ട് വിശ്വസിക്കാനാ പറയുന്നത്, അല്ലേ? വായ് കൊണ്ട് ഏറ്റു പറയാൻ പറയുന്നുണ്ട്. അപ്പൊ അത് ഏറ്റുപറച്ചിലിന് ഹൃദയം വേണ്ടേ? ഹൃദയം നിറഞ്ഞു കവിയുന്നത് അത്രേ വായ് പ്രസ്താവിക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റു പറയുന്ന കാര്യവും എവിടുന്ന് വരുന്നതാ? അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാ. അപ്പൊ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള വചനം കേവലം നമ്മുടെ അറിവായി നമ്മുടെ തലമണ്ടയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇത് നമുക്ക് ഒരു പ്രയോജനം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ഇത് നമുക്ക് ദോഷം ചെയ്യുകയും ചെയ്യും. വചനത്തിൻ്റെ കേൾവി അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ, ആത്മാവിലേക്ക് പോകുന്നില്ല എങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യില്ല, അത് നമുക്ക് ദോഷം ചെയ്യും. ഗുണം ചെയ്യില്ല എന്നുള്ളത് മാത്രമായിരുന്നുവെങ്കിൽ എന്നെങ്കിലും അത് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയ്ക്കെങ്കിലും വകയുണ്ടായിരുന്നു. ഇതങ്ങനെയല്ല, അത് നമുക്ക് ദോഷവും ചെയ്യും. കർത്താവ് നമുക്ക് മാനസാന്തരപ്പെടാനായിട്ട് ധാരാളം അവസരങ്ങൾ തരും. എന്നാൽ ആ സത്യത്തിൻ്റെ വചനം നമ്മൾ കൂടെ കേട്ടിട്ടും അത് ശ്രദ്ധിക്കാനോ മാനസാന്തരപ്പെടാനോ നാം തയ്യാറില്ല എങ്കിൽ വ്യാജം വിശ്വസിക്കുമാറ് ഭോഷ്കിൻ്റെ ആത്മാവിനെ ദൈവം അയക്കുമെന്നാണ്. പിന്നെ നമുക്ക് ഒരിക്കലും സത്യം മനസ്സിലാക്കാൻ പറ്റില്ല, ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി വചനം പഠിച്ചിട്ടുണ്ട്. ഇത് എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ തലച്ചോറിലാണോ? നമ്മുടെ ആത്മാവിലാണോ? ആത്മാവിൽ വീണ്ടും ജന്മം പ്രാപിച്ച ആളുകൾക്ക് മാത്രമേ ആ വചനം അങ്ങോട്ട് സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് ആത്മാവിലേക്ക് വന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നില്ല എങ്കിൽ നാം വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചതാ, രക്ഷിക്കപ്പെട്ടതാ എന്നൊക്കെ നമ്മളങ്ങനെ വ്യാജമായി വിശ്വസിച്ചുകൊണ്ട് പോയി അവസാനം ദൈവത്തിൽ നിന്നും എന്നേക്കുമായിട്ട് വേർപെട്ടു പോകേണ്ടുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനി വിശ്വാസത്തിൽ തന്നെയാണോ നാം ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ശരി, വീണ്ടും പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന കാര്യം, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ദൈവവചനത്തോടൊരു ആർത്തി നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഞാൻ ഇതിനു മുമ്പും ഇതിവിടെ ചോദിച്ചതായ ഒരു ചോദ്യമാണ്. നമ്മൾക്ക് വൈകുന്നേരം ക്ലാസ്സുകളുണ്ട്. അത് ഓണാക്കി വെച്ചേച്ച് മാറിപ്പോകുന്നവരും ഓണാക്കി വെച്ചേച്ചിരുന്ന് ഉറങ്ങുന്നവരും ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? പലപ്പോഴും 8 മണി ആകുന്നതിന് മുമ്പ് 7:55 ആകുമ്പോൾ നമ്മൾ ആളുകളെ കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 7:55 ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒക്കെ റെഡിയായി മറ്റ് പരിപാടികളൊക്കെ മാറ്റി വെച്ച് അതിന് റെഡിയായിട്ട് ഫോൺ വരുന്നത് നോക്കിയിരിക്കുന്ന ഒരു മനോഭാവമാണ് എങ്കിൽ
നമുക്ക് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാൽ കുടിക്കാനായിട്ടുള്ളൊരു വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇത് ഫോൺ വിളിച്ച് 3 പ്രാവശ്യവും 4 പ്രാവശ്യവും ഒക്കെ റിങ് ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും ഓടിപ്പടച്ചൊക്കെ വരും. അതൊരു സ്ഥിരം പരിപാടിയാണെങ്കിൽ അത് നമുക്ക് ആ വചനത്തോടുള്ള താല്പര്യം വളരെ കുറവാണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. നമ്മൾ കേട്ട വചനം രണ്ടാമത് വീണ്ടും കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടോ? ടി വിയുടെ മുമ്പിലും മറ്റ് ഫോണിൽ മറ്റ് പലരുമായിട്ടും ധാരാളം സമയം നാം സംസാരിച്ച് വൃഥാവിൽ ചെലവാക്കുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ വൃഥാവിൽ ചെലവാക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് മായമില്ലാത്ത വചനം. മായമുള്ള വചനം ഒത്തിരി നമുക്ക് ലോകത്ത് കിട്ടും. എന്നാൽ മായമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, ശുദ്ധീകരിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും കേട്ട് അതിൽ നിന്ന് ഒരുപക്ഷെ ദുഷ്ടനെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും കേൾക്കാനുള്ളൊരു ആഗ്രഹം നമ്മളിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഇത് പത്രോസ് ലേഖനം എഴുതുന്നത് സഭയുണ്ടായി ആളുകൾ രക്ഷിക്കപ്പെട്ട എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലേ? രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ നമ്മൾ ശിശു പാല് കുടിക്കുന്നൊക്കെ പറയുമ്പം രക്ഷിക്കപ്പെട്ടു വന്ന പുതിയ വിശ്വാസികൾ നല്ല ഉത്സാഹത്തോടു കൂടി പഠിക്കണം. ഞാനൊക്കെ ഒത്തിരി പഠിച്ചതാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ പഠിക്കാനൊന്നും ആവശ്യമില്ല എന്നുള്ള നിലയിൽ ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ശിശുവെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ഒരു ശിശുവിൻ്റെ താല്പര്യത്തോടു കൂടി, ആർത്തിയോടുകൂടി ഈ ദൈവവചനം വായിക്കാനും പഠിക്കാനും കേൾക്കാനും നമുക്ക് മനസ്സുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയോ ഒരു ആത്മീക പ്രശ്നം നമ്മളിലുണ്ട്. കാരണം നമുക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ടല്ലോ, അല്ലേ? നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. എത്രയോ ആളുകൾ വ്യർത്ഥമായും തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി സമയം, തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അല്പപ്രയോജനമുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുന്നുണ്ട്. എന്നാൽ ദൈവവചന കേൾവിക്കായിട്ടും ദൈവസന്നിധിയിൽ ഭയത്തോടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരത്തിൽ പോകുവാനായിട്ടും നമുക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. അല്ല, നമ്മളുടെ ആനന്ദം ഈ ലോകത്തിലെ മറ്റ് കാര്യങ്ങളിലാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വക കുറവാണ്. എങ്കിലും നമുക്ക് മാനസാന്തരപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഭയഭക്തിയോടുകൂടിയിരിക്കാം. ദൈവവചനം കേൾക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. വ്യാജമായിട്ടുള്ള വചനം ധാരാളമായിട്ട് ലഭ്യമായ ഒരു സമയമാണ് ഈ കാലഘട്ടം. പ്രിയമുള്ളവരെ, ദൈവാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവർക്ക് മാത്രമാണ് അതിനെ വിവേചിക്കുവാനായിട്ട് കഴിയുക. ആ അഭിഷേകം മാത്രമേ നമ്മെ അതിന് സഹായിക്കുകയുള്ളൂ എന്ന് യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ, 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നാം പഠിച്ചും അനുസരിച്ചും ദൈവസന്നിധിയിൽ ആത്മീയമായിട്ടുള്ള പക്വത പ്രാപിക്കുന്നതിനനുസരിച്ചും നമ്മളിലുള്ള ആ ദൈവാത്മാവിൻ്റെ കൃപയ്ക്ക് അനുസരിച്ചും മാത്രമേ ഈ സത്യവചനത്തെയും തെറ്റായിട്ടുള്ള വചനത്തെയും നമുക്ക് എടുക്കാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ ഇപ്പോഴും വചനത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ അറിയത്തില്ലാത്തവരും കൃത്യതയില്ലാത്തവരും അല്ലെങ്കിൽ ആടി ഉലയുന്ന കടൽത്തിരയ്ക്ക് പോലെയാണ് നമ്മൾ നിൽപ്പെങ്കിൽ നാം ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരിക്കലും ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനായിട്ട് കഴിയുകയില്ല. കേൾക്കുന്ന വചനത്തെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മാവിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ ശരിതെറ്റുകളെ വിവേചിക്കാൻ പ്രാപ്തിയില്ലാത്ത ആളുകൾ ആരും അങ്ങനെ കാഷ്വലായിട്ട് പോലും വ്യാപകമായിട്ട് കിട്ടുന്നതായിട്ടുള്ള സന്ദേശങ്ങൾ കേൾക്കരുത്. അത് നമ്മെ ഗുണത്തിലേക്കല്ല, അത് നമ്മെ ദോഷത്തിലേക്കും തെറ്റിദ്ധാരണയിലേക്കും ഒക്കെ നമ്മളെ നയിക്കും. ആത്മീയമായിട്ടുള്ളൊരു പ്രയോജനവും നമുക്ക് അതുകൊണ്ട് കിട്ടുകയില്ല. ശരി, ദൈവജനത്തെ ഗൗരവത്തോടു കൂടി എടുക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.